ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കൊച്ചിയിൽ പോവാണ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടക്കൊച്ചിയിലെ ഞങ്ങളുടെ നാത്തൂൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ട് ഞങ്ങളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വിശാൽ മാർട്ടിലൊന്ന് കയറി. വിശാൽ മാർട്ട് എന്ന് പറയുമ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. അതായത് ഇപ്പം ആദ്യമേ ആലപ്പുഴയിലാണ് വന്നത്. അതിനുശേഷം കൊച്ചിയിൽ വന്നു, ആലുവ വന്നിട്ടുണ്ട്, ഞാറയ്ക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപ തൊട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇപ്പം ടീഷർട്ട് ആയിക്കോട്ടെ, വേറെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ അതിൻ്റെ ചെറുതായിട്ട് കുറച്ചായിട്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവർ, അതിൻ്റെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏതായാലും പർച്ചേസ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റില്ല, അത്രയും വിലക്കുറവാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, എൻ്റെ മൂത്ത നാത്തൂൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമുണ്ട്. നേരത്തെ തന്നെ അവിടെ എത്തി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ് പോയത്. പോകുന്ന വഴി ഒരുപാട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ വുമൺ വെസ്റ്റേൺ സ്റ്റൈലിനോട് കുറച്ച് താല്പര്യമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കി. പക്ഷെ നല്ല വിലക്കുറവായിരുന്നു. 299 നമ്മളിപ്പോൾ ഒരു ട്രെൻഡ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 1000 കൊടുക്കണം. അത്രയും ഭംഗിയുള്ള ടീഷർട്ടും അത്രയും ഭംഗിയുള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ എടുക്കുന്നത്. പിന്നെ ഈ 100 രൂപ 200 രൂപ അതൊക്കെ മിക്സ് ചെയ്തിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് കൺഫ്യൂഷനായിരുന്നു എങ്ങനെ നോക്കുന്നതെന്നില്ല. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനും 200 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം അവരുടെ ആ ഒരു ഇതിൽ MRP കൊടുത്തേക്കുന്നതല്ല, മേളിലൊരു ഇതിൽ എഴുതിയിട്ടുണ്ട് 300 റുപ്പീസ് എന്നൊക്കെ. പിന്നെ ഒരുപാട് ഫ്രോക്ക് പോലത്തെ ടോപ്സും ടീഷർട്ട്സ്, പിന്നെ കുട്ടികളുടേത്, അതൊക്കെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാകും. അത്രയും നല്ല ഭംഗിയുള്ള സെലക്ഷൻസ് ആയിരുന്നു അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ താഴെയാണ് നമുക്ക് കൂടുതലും ലേഡീസിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് മുകളിലായിട്ട് ജെൻസിൻ്റെ ടീഷർട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ കുറഞ്ഞ 100 റുപ്പീസിൻ്റെ ടീഷർട്ടൊക്കെ ആ ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ടിരുന്നത്. പിന്നെ ആ ഭാഗത്ത് തന്നെ സ്റ്റേഷനറി, ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഗ്രോസറീസും സ്റ്റേഷനറീസും എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ടോയ്സും സ്റ്റേഷനറീസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
കാണാൻ എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രോയിങ് ബുക്സ്, അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്റ്റേഷനറിയിൽ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് വരുന്നതാണ്. കൂടെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് അങ്ങനെ വിചാരിച്ചു. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ കൂടുതലും ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഈ പാക്ക് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അതായത് മിൻറ്റിൻ്റെ ഫ്ലേവർ, അങ്ങനെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ ഈ ജീരക മിഠായി പോലത്തെ എന്തൊക്കെയോ ഇട്ട് മിക്സ് ചെയ്ത സംഭവമാണ്. നമുക്കിപ്പോൾ മൗത്ത് റീഫ്രഷറായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെന്നപ്പോൾ അവിടെ നല്ല